ഹായ് ഓൾ, തംബ്നെയിൽ കണ്ട പോലെ നമ്മുടെ കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ടിട്ടായിരിക്കില്ലേ നിങ്ങൾ ഈ വീഡിയോയിൽ കയറിയിട്ടുണ്ടാവാം. എന്നാൽ അത് തന്നെയാണ് ആ ഐറ്റം. പക്ഷേ ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ ഇടുന്നത്. ഈ ഐറ്റം ഒന്ന് പരിചയപ്പെടുത്താനാട്ടോ. എനിക്ക് പണ്ടൊന്നും ഈ ഐറ്റം ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, കാണുമ്പോൾ ഞാൻ കഴിക്കാറേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു മസാലയും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് മാത്രം ഇതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തിയിരുന്ന ഐറ്റം കേട്ടോ. പിന്നെയാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അടിപൊളി ടേസ്റ്റാട്ടോ. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടാ. എൻ്റെ ഹസ്ബൻഡ് കൊച്ചിക്കാരനായിരുന്നേ. അപ്പോൾ ഹസ്ബൻഡിന് ഇത് വളരെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് അവർക്കൊക്കെ. അപ്പോൾ നീ ഒന്ന് ട്രൈ ചെയ്യുന്ന എന്നോട് എപ്പോഴും പറയും. പക്ഷേ ഞാൻ ട്രൈ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചേർക്കാത്ത ഈ ഒരു ഐറ്റത്തിന് ഒരു പ്രത്യേക രുചി തന്നെയാട്ടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് പറഞ്ഞു തരാം. നമ്മൾ ബീഫ് സബോള ഇട്ട് ഒരു സബോളയും കുറച്ച് ഇഞ്ചി ചതച്ചതും വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ വെന്ത വെള്ളത്തിൽ കുറച്ച് മുളക് പൊടി ഇട്ട് ഉപ്പും ചേർത്ത് കൊള്ളി ഇതുപോലെ പുട്ട് പോലെ വേവിച്ചെടുക്കണ്ട. അപ്പോൾ കിടുവായിട്ടാണ്. റെസിപ്പി വേണ്ടവർ വേഗം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. കാരണം ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ അതൊരു പഴമയുടെ നാടൻ രുചിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇതുപോലെ നല്ല പുട്ട് പോലെ വെന്ത് കിട്ടുന്നൊരു കൊള്ളി ബീഫ് വെന്ത വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബായ്, മറ്റൊരു വീഡിയോയുമായി കാണാം. ബായ്.